ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിതാ ഒരു ഫ്രൈഡേ വ്ലോഗാണ്. കുറേ ദിവസമായി ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതാ ഉച്ചക്കത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഓൾറെഡി മോർണിംഗിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്കത്തേക്ക് ചിക്കൻ ഫുൾ ചിക്കന് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളൊക്കെ വിശേഷങ്ങൾ എന്നല്ല, എല്ലാവർക്കും സുഖമാണോ? പിന്നെ ആരെങ്കിലും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി ചിക്കന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പം ചിക്കൻ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നേ. അപ്പം പെട്ടെന്ന് ചിക്കൻ എയർ ഫ്രയറിൽ ചുടുന്നതാണെങ്കിൽ വേഗം കഴിയുമല്ലോ. അപ്പം അതും കുബൂസും കൂട്ടി കഴിക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഉള്ളത് കേട്ടോ. ചില വീട്ടിലൊക്കെ വെള്ളിയാഴ്ച സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ഈ പള്ളി കഴിഞ്ഞ് വരുന്ന സമയത്തേക്കൊക്കെ ബിരിയാണിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. വെള്ളിയാഴ്ച ആയിട്ടുള്ള സ്പെഷ്യൽ ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാം നാട്ടിൽ എങ്ങനെയാണ് വെള്ളിയാഴ്ചയുള്ള പള്ളി കഴിഞ്ഞ് വരുന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്നുള്ളതെല്ലാം പറയട്ടോ. അപ്പോൾ ഇന്നിതാ ഞാൻ സ്പെഷ്യലായിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ചിക്കൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെന്തൊക്കെയാണ്, നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ചിക്കന് കഴിക്കാൻ ഇഷ്ടം? സ്കിന്നോടെ കൂടെയാണോ അല്ലെങ്കിൽ സ്കിന്ന് കളഞ്ഞിട്ടാണോ നിങ്ങൾ എടുക്കുക? ഞാൻ സ്കിന്നോട് എനിക്കെന്തോ ഒരു റെഡി ആവില്ല കേട്ടോ. സ്കിൻ കളഞ്ഞിട്ടാണ് ചിക്കൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഇവിടെ എത്തിയിട്ടാണ് കേട്ടോ ഈ ചിക്കൻ പൊളിക്കുന്നതെല്ലാം പഠിക്കുന്നത്. എൻ്റെ വീട്ടിലൊന്നുള്ള സമയത്തൊന്നും ഒരു പണി കൊടുക്കലില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഉമ്മയിലെ വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, എൻ്റെ ഉമ്മ മാത്രമല്ല എന്നെ അറിയുന്ന ആൾക്കാരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ശരിക്കും നമ്മളെല്ലാവരും ഒറ്റക്കായാൽ അതങ്ങ് പഠിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പഠിക്കും, നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ പഠിക്കും, അത്ര തന്നെ. പിന്നെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ എന്തുണ്ടാക്കിയാലും കഴിക്കുമെങ്കിൽ അതും നല്ലൊരു ഇതല്ലേ. അതിൽ ടേസ്റ്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ടേസ്റ്റ് ഉണ്ടായാലും പ്രശ്നമില്ല എന്നുള്ള ഒരു ആളാണ് എൻ്റെ പേരുള്ള. ഒന്നും പറയൂല, പാനീസൊന്നും പറയാത്തതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. കൊളായാലൊന്നും പ്രശ്നമില്ല, എല്ലാം പഠിക്കലെന്നെ. പിന്നെ അതങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ചിക്കൻ വേഗം കളയട്ടെ. കിസ്സ പറഞ്ഞാൽ പിന്നെ കിസ്സ പറഞ്ഞെടുത്ത് തന്നെ ഉണ്ടാവും. അപ്പം ചിക്കൻ റെഡിയാക്കിയ ശേഷം കാണാം കേട്ടോ. ചിക്കനിൽ ഒന്ന് നല്ലോണം വൃത്തിയാക്കി പിന്നെ കട്ടിംഗ് ബോർഡ് ഒന്ന് തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അത് ക്ലീൻ ചെയ്യാണ്ട് ബേസിൽ വെച്ചാൽ പിന്നെ അത് അടുത്ത ഞാൻ കിച്ചണിൽ കയറുന്ന വരെ അത് ബേസിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ മാറി മാറി വരണം. അപ്പോൾ ഇതാ ഞാൻ കിച്ചണിൽ കയറിയതിനെ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ റെസിപ്പി പറയാനൊന്നുമില്ല, ഈസി. മുളക് പൊടി, മല്ലിപ്പൊടി, അതന്നെ മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നതാണെങ്കിൽ അത് ചേർക്കുക. പിന്നെ കസൂരി മേത്തിയില്ല അതും കൂടി ആഡ് ചെയ്യുക. കുറച്ച് ലെമൺ ജ്യൂസും അതുപോലെ കുറച്ച് തൈരും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ചിക്കനിലേക്ക് നല്ലോണം മാരിനേറ്റ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നൈറ്റ് ഫുള്ള് വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഇപ്പം എടുക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ വേഗം ഒന്ന് ജസ്റ്റ് മാരിനേറ്റ് ചെയ്തിട്ട് അന്നേരം തന്നെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഞാനിതാ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 or 10 മിനിറ്റ്സ് നമുക്കൊന്ന് എയർ ഫ്രയർ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. കാരണം അത് കുറച്ച് നല്ലതാണ്. അപ്പം ഓൾറെഡി അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ബട്ടർ പേപ്പർ പോലത്തെ പേപ്പർ പിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ചിക്കൻ വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കന് ഈ എയർ ഫ്രയറിൻ്റെ ഇതിലേക്ക് ഫുൾ വെക്കുമ്പം കഴുകാൻ വേണ്ടിയിട്ട് ഭയങ്കര പണിയാണ് കേട്ടോ. അപ്പം അതിനുള്ള ഈസി പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബട്ടർ പേപ്പറിൽ വെക്കുന്നത് കേട്ടോ. ഞാൻ 150-ൽ 25 കേട്ടോ കൊടുക്കുന്നത്. 25-ൽ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതിന് ശേഷം ഒരു 15 ആയാൽ ഞാൻ എന്ത് ചെയ്യും, അത് ഓപ്പൺ ചെയ്തിട്ട് അതൊന്ന് തിരിച്ചു വിടും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു കട്ട് ചെയ്ത ഭാഗമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ.
എയർ ഫ്രയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പകുതി ആകുമ്പോഴേക്ക്. അപ്പം ഒന്ന് മറിച്ചിടണം, അല്ലെങ്കിൽ നമ്മളെ മുകൾ ഭാഗം റെഡി ആയിട്ടുണ്ട്, അടിഭാഗം അത്ര ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് തിരിച്ചിടുന്നത് കേട്ടോ. തിരിച്ചിടാൻ കുറച്ച് പ്രയാസപ്പെട്ട്, കാരണം നല്ല പൊള്ളുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ വീണ്ടും ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് അനീസ് വന്നിട്ടുണ്ട്. അപ്പം വേഗം നമുക്കൊന്ന് ടാബിളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്ന് ചിക്കൻ്റെ കൂടെ കുബൂസും മയണൈസൊക്കെയാണ് കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ടാബിളെല്ലാം അനീസ് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഇനി പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.